മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, സഹനിർമ്മാതാവായ ഷോൺ ആന്റണി എന്നിവർ മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. വിവരങ്ങളുമായി ഇപ്പോൾ അമൽനാഥ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അമൽനാഥ്, ഇവർ ഇപ്പോൾ മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഈ സാമ്പത്തിക തട്ടിപ്പ് കേസ്, അതായത് പണം നൽകിയ ആൾക്ക് കൃത്യമായ തിരിച്ച് നൽകിയില്ല എന്നുള്ളതായിരുന്നുള്ള പരാതി. എന്താണ് ഇപ്പോൾ ഇവർ സ്റ്റേഷനിൽ ഹാജരുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു കാര്യങ്ങൾ? സിജു, മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്പസമയം മുൻപാണ് നടനായിട്ടുള്ള സൗബിൻ മരട് സ്റ്റേഷനിൽ ഹാജരായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൂടെ സൗബിൻ ഷാഹിറിൻ്റെ കൂടെ പിതാവും നിർമ്മാതാവുമായ ബാബു ഷാഹിർ, ഒപ്പം തന്നെ സഹനിർമ്മാതാവായ ഷോൺ ആന്റണി എന്നിവരും ഈ മരട് സ്റ്റേഷനിലേക്ക് ഹാജരായിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ നടപടികൾ അടക്കം നടക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഏകദേശം ഒരു 11:30 കൂടിയാണ് സൗബിനും ഒപ്പം തന്നെ മറ്റ് നിർമ്മാതാക്കളും ഈ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 7 കോടി രൂപ ഇത്തരത്തിൽ ഈ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാരൻ നൽകി എന്നാണ് ഇദ്ദേഹം സൂചിപ്പിച്ചത്. സിറാജ് എന്ന പരാതിക്കാരൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് മുന്നോട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ ലാഭവിഹിതത്തിൻ്റെ 40% കൈമാറാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് ലാഭവിഹിതത്തിൽ നിന്നും പറഞ്ഞ ആ ഒരു എമൗണ്ട് കിട്ടിയിട്ടില്ല എന്നാണ് പരാതിക്കാരൻ പറയുന്നത്. അതേസമയം തന്നെ മുന്നേ തന്നെ 2 പ്രാവശ്യം ഇത്തരത്തിൽ ഈ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി ഈ നിർമ്മാതാക്കളോട് ഇവിടെ സ്റ്റേഷനിൽ ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ 2 തവണയും ഹാജരായിരുന്നില്ല. പിന്നീടാണ് ഇന്നും നാളെയുമായുള്ള ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഈ മരട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണം എന്ന് കോടതി നിർദ്ദേശം ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് അല്പസമയം മുമ്പ് അദ്ദേഹം കോടതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ ഈ ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ജാമ്യത്തിൽ വിടണം എന്ന ഒരു നിർദ്ദേശം കൂടി ഇത്തരത്തിൽ കോടതി മുന്നോട്ട് വെക്കുന്നു. അതേസമയം തന്നെ ഈ പരാതി റദ്ദാക്കണം എന്ന രീതിയിലുള്ള കാര്യങ്ങളുമൊക്കെയായി ഈ സൗബിനും സംഘവും കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കൃത്യമായ രീതിയിൽ തെളിവുകൾ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു സ്റ്റേഷനിൽ ഹാജരാകാൻ വേണ്ടി കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ ക്രിമിനൽ കേസല്ല, സിവിൽ കേസാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യത്തിൽ വിടുവാനുള്ള നിർദ്ദേശമടക്കം കോടതി നൽകിയിട്ടുള്ളത്. എന്തിനായാലും അല്പസമയം മുമ്പാണ് സൗബിനും ഒപ്പം തന്നെ സഹനിർമ്മാതാക്കളും മരട് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി ഹാജരായിട്ടുള്ളത്. സിജു, അമൽനാഥ്, 7 കോടി രൂപ ഈ നിർമ്മാതാവ് പരാതിക്കാരൻ നൽകിയെന്നാണല്ലോ പറയുന്നത്. പക്ഷേ എത്ര രൂപ തിരികെ കൊടുത്തു? ഇതിൽ സൗബിൻ ഷാഹിർ പറയുന്നത് എന്താണ്, ഒപ്പം തന്നെ പരാതിക്കാരൻ പറയുന്നതാണ് എത്ര രൂപ അദ്ദേഹത്തിന് മടക്കി കൊടുത്തു? സൗബിൻ പറയുന്നത് എത്ര രൂപ കൊടുത്തു എന്നാണ്? സിജോ, ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 7 കോടി രൂപ പരാതിക്കാരൻ എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതായത് ഈ ഒരു സിനിമയുടെ ലാഭവിഹിതത്തിൽ നിന്നും 40% അദ്ദേഹത്തിന് തിരിച്ചു നൽകാം എന്ന ഒരു ഓഫർ അടക്കമുണ്ടായിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ നിർമ്മാതാക്കൾ ആ ഒരു ഓഫറൊന്നും തന്നെ പാലിച്ചില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പരാതിക്കാരൻ പറയുന്നത്. ഈ ഒരു പരാതിയുമായി മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ 5 കോടി രൂപ ഇദ്ദേഹത്തിന് തിരികെ ലഭിച്ചു എന്നും പരാതിക്കാരൻ നിലവിൽ പറയുന്നുണ്ട്. എങ്കിലും ഈ ഒരു സിനിമയുടെ ലാഭവിഹിതമായ 40% അത് ഇദ്ദേഹത്തിന് ഷെയർ ചെയ്ത് നൽകാമെന്ന് മുന്നേ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും, അതായത് അത്തരം പണമൊന്നും തനിക്ക് ലഭിച്ചിട്ടില്ല. ഇനിയും ഈ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതിൽ ഇനിയും ബാലൻസ് തനിക്ക് ലഭിക്കാനുണ്ട് എന്ന കാര്യങ്ങളാണ് പരാതിക്കാരൻ സൂചിപ്പിക്കുന്നുള്ളത്. സിജു, ശരി, അമൽനാഥാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മഞ്ഞുമ്മൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി.